Hello guys. Welcome to Jinsy's YouTube channel. അതെ അത് ഇന്ന് നമ്മൾ ഒരു 9 to 4 ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വെച്ചു. ഇന്ന് ഞങ്ങൾക്ക് ഫസ്റ്റ് 2 പീരീഡ് കഴിഞ്ഞാൽ 2 പീരീഡ് ഞങ്ങൾ വിസിറ്റിന് പോകും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 1 പീരീഡ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സർവേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇന്ന് സർവേ എടുക്കാൻ പോകണം. അതിൻ്റെ ഷോർട്സും പിന്നെ നമ്മൾ ഫാർമസി എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നറിയില്ല, പക്ഷെ എന്നാലും അതൊക്കെ കവർ ചെയ്യണം എന്ന് വിചാരിക്കണേ. ഞാനോ? ഓക്കെ, അപ്പം നമുക്കിപ്പോൾ സമയം 11 മണിയായി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫാർമസി വിസിറ്റ് പോകാൻ നമുക്ക് ടൈമായി. ഇനിയിപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ സംഭവങ്ങളും പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ കാണാം. കയ്യൊന്ന് കാണിച്ചേ, കാണിക്കടാ, നല്ല കാണിക്ക്. My YouTube family is waiting. Very unfair. എന്താ മാഡം, ഫാർമസി വിസിറ്റിലല്ലേ നമ്മൾ പോകുന്നത്? What all to bring in a class? ചുമന്ന പൊട്ട്, സൺസ്ക്രീൻ, ചീർപ്പ്, മോയ്സ്ചറൈസർ, ഐബ്രോ പെൻസിൽ, അല്ല കാജൽ, ഫൗണ്ടേഷൻ, ഒന്നും കൂടി അവളെ മാറ്റിച്ചേക്കാം. ഫേസ് വാഷ്, ലിപ് ബാം, വിക്സ്, സെന്റർ ഫ്രഷ്, ഹെയർ ബാൻഡ്, ഫേസ് വാഷ് ഒക്കെ എന്തിനാ? നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ, പെട്ടെന്ന് മുഖം കഴുകാൻ വന്നാൽ അല്ല, ഈ ബാഗിന് ഒരു സ്വന്തം അവകാശമുണ്ട്. എഴുതി സൈൻ ചെയ്തിട്ടുണ്ട്. എന്ത് ലൈഫാണിത്? എന്താണ് സ്പോർട്സ് സെക്രട്ടറി? എന്താ ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തന്നെ ഹോസ്പിറ്റലിലെ ഫാർമസി വിസിറ്റിനാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ മരുന്നുകൾ ഉണ്ടാക്കണേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഉണ്ടോ? നമ്മളിപ്പോൾ ഫസ്റ്റ് സെറ്റ് ആൾക്കാർ മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ, ബാക്കി എല്ലാവരും വന്നുകൊണ്ടിരിക്കുക. ശരിക്കും ഈ സ്ഥലം എനിക്ക് ഇഷ്ടമായിക്കൊള്ളാം, നല്ല രസമുണ്ട് സ്ഥലം കാണാൻ. ഒരു ഗസ്റ്റ് ഹൗസ്, ഈ വെക്കേഷനൊക്കെ നമ്മളിങ്ങനെ ഇല്ലല്ലേ അങ്ങനെ തോന്നുന്നില്ലേ? നല്ല വൈബുണ്ട്, സ്ഥലം കൊള്ളാം. എനിക്ക് ഇഷ്ടമായി, നല്ല സ്ഥലം. ഇതിപ്പോൾ അടുത്ത സെറ്റ് ആൾക്കാരെ വന്ന കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ ആ പൂ കാണാൻ. അല്ല, പൂവല്ല, എല്ലയാണോ? നമ്മളിപ്പോ നങ്ങേലി ഫാർമസിയിൽ എത്തിക്കുന്നുണ്ട്. ഇൻട്രോ കൊടുത്തു. എന്നിട്ടാണ് ഇപ്പൊ. പക്ഷെ സായി ഇല്ലാതെ എന്ത് വീഡിയോ? മൂഡ് മാറിയതുണ്ടോ? ട്രാൻസിഷൻ. എത്ര ഫാൻസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കാണ്ടിരിക്കാൻ പറ്റും. കൈ കാണിക്ക്, കോട്ടപ്പടി. ഇനി നെയിൽ പോളിഷ് അടിക്കില്ലേ? സാറെന്താ ഇവിടെ? ഞാനെന്താ ഇവിടെ? ഇതാവല്ലേ ഹാവല്ലേ? ഇതാട്ടോ നമ്മുടെ പെയിനാലൻ. നല്ല ബാമ. ഇത് ഇവരുടെ സ്വന്തം പ്രൊഡക്റ്റാണ്, പക്ഷെ നല്ല സാധനം, നല്ല യൂസ്ഫുൾ പ്രൊഡക്റ്റ്. അതെ.
സ്ഥലത്തിന്റെ പേരാ ആ പേര്? ഇത് കുറുന്തോട്ടി. കുറുന്തോട്ടി. അതുപോലെയാണ് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ സ്മെല്ലുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഫലഭൂഷിതമായ കർക്കിടക മാസത്തിൽ തരാൻ പറ്റിയ കാപ്പി. ഇതെന്ത് സാധനം അല്ലേ? എടാ കോഫി പൗഡർ ഇടില്ല, പിന്നെ എന്തുവാ? ചുക്കും മറ്റേ കരിപ്പട്ടിയൊക്കെ ഇട്ടുണ്ടാക്കണ സാധനം. കോഫി ഇട്ടില്ല? കോഫി ഇടില്ല, കഫൈൻ ഇല്ല. ഉറപ്പല്ലേ കഫൈൻ? ജിൻസി കൊള്ളാം കൊള്ളാം. ടീച്ചറെ ഇതിന്റെ ഗുണഗണങ്ങൾ വിശദീകരിച്ചു. ചുക്ക് കാപ്പിയ എക്സ്പ്ലോർ നങ്ങീലിൽ ഫാർമസി. ഇത് മാറ്റിയിട്ട് ഇവിടെ ക്രൂസിബിൾ വയ്ക്കാം, പൊളിക്കോ ഫ്ലാസ്ക് വയ്ക്കാം, ഏത് വേണമെങ്കിലും വയ്ക്കാം. നമ്മൾ പ്ലഗ് ഓൺ ചെയ്തിട്ട് നമ്മളിവിടെ ഓൺ ചെയ്യുമ്പോൾ 100 ആണെങ്കിൽ ബോയിൽ ചെയ്യാൻ പാകത്തിനാക്കാം. കുറവ് വേണമെങ്കിൽ നമുക്ക് കുറവ് ഇങ്ങനെ മാറ്റി കൊടുക്കാം. KNT കർപ്പൂരി മർമാണി തൈലത്തിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടി വെച്ചേക്കണം. നമ്മൾ ഇതിൽ വെച്ചിട്ട് പ്ലഗ് ചെയ്തിട്ട് ഒന്നിൽ കൊടുക്കാം. രണ്ടിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വേപ്പറൈസ് ചെയ്ത് പോകും, ചൂടായിട്ട് പെട്ടെന്ന് പോകും. നമ്മൾ ഒന്നിൽ മിനിമം നമ്മൾ അതിട്ടാൽ മതി. എന്നിട്ട് ഇവിടെ 100ലാണ് കൊടുത്തേക്കുന്നത്. അത് കുറഞ്ഞ് ചെക്ക് ചെയ്ത് നമ്മൾ 0-ലാക്കാം. എന്നിട്ട് ഇതുപോലെ എങ്ങനെ സാധനങ്ങളൊക്കെ മട്ടൻ സൂപ്പ്. അതിൻ്റെ വെള്ളം കുടിക്കാനായിട്ട് വെള്ളം കുടിച്ചിട്ട് വെളുത്തുള്ളിയിട്ട് അതിൻ്റെ പൊടിയിട്ട് എവരി നൈറ്റിൻ സ്വപ്നത്തിൽ. എനിക്ക് ഉറക്കം തുടങ്ങിയതാ. 2 types of people, hyperactive, hypoactive. 2 type of roomies, hyperactive roomie, hypoactive roomie. എന്നെ ഇവിടെ പണിക്കെടുക്കോട്ടെ. എൻ്റെ നോട്ടം ദേ ഇവിടെയാണ്. ജിൻസി മുഹമ്മദ് അവർ നേരത്തെ ഊണ് കഴിക്കാൻ കൂട്ടുകറിയുണ്ട്. മീൻകറി. അരിഷ്ടത്തിന്റെ ടേസ്റ്റ് നോക്കാൻ അരിഷ്ടം തരാതെ അതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് ഇപ്പൊ എല്ലാവരുടെയും മുഖത്തേക്ക് കാണുന്നത്. ആ പപ്പം പ്രത്യേകം പറഞ്ഞു നടന്നു പോണം തിരിച്ച്. അരിഷ്ടം ഏതരിഷ്ടം വേണ്ടേ? പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം. കനകാസവം. all the twinkling stars. സൂക്ഷിച്ചേക്കാം. നിതേ സന്തോഷയില്ല? എങ്ങനെയുണ്ട്? ഇത് ചുക്കാപ്പിയാണ്. ചുക്കാപ്പി കുടിക്കല്ലേ? നല്ല കുട്ടിയാ. അരിഷ്ടം 2 ഗ്ലാസ് കുടിച്ചു അല്ലേ സായി?
2 ഗ്ലാസ് ജിൻസ് കുടിച്ചില്ലേ അതിഷ്ടം സായി ഇത് ഇറങ്ങിയിരുന്ന ഉച്ചയ്ക്ക് സർവയ്ക്ക് പോണ്ടതാണ്. ഉച്ചയ്ക്ക് സർവേ എടുക്കാൻ പോകുമ്പോ പാമ്പുകൾ നല്ല വിശപ്പ് വരുന്നു. ചുക്കാപ്പിയാ ഞാൻ കുറച്ചൊരു ഭയങ്കര ചേച്ചി ടാറ്റ 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 പറയൂ. തുളസിയുടെ ഇങ്ങനെ മുറിച്ചിടാം. അത് കുരുമുളകും ചുക്കുണ്ടി ചതച്ച് ഏലക്കായ ചതച്ച് മല്ലിയൊക്കെ ഇട്ടാൽ നല്ല. ഇത് മല്ലി ഒന്നും ഇടാറില്ല. മല്ലി ഇട്ടാൽ നല്ലതാണ്. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വിസിറ്റ്? പക്ഷെ എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഓജസേട്ടന് എന്തേലും ഫീൽ ചെയ്യുന്നുണ്ട്? ആ അത്രേ ഉള്ളൂ, വിശപ്പ് തോന്നുന്നേ ഉള്ളൂ. ഏകദേശം ഞാനിന്ന് ആക്ച്വലി ഒരു 9 to 4 ഇൻ മൈ ലൈഫ് അല്ല അത് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചേ. ലൈക്ക് കോളേജ് ആഴ്ച എങ്ങനെയാ പോണേ, ഇന്നെങ്ങനെയാ പോയെന്നുള്ള രീതിയിൽ അത് കാണിക്കാന്ന് വിചാരിച്ചേ. പക്ഷെ ഇതിപ്പോ വല്ലാത്തൊരു പോക്കായി പോയി. ഞാൻ ആക്ച്വലി സർവേ എടുക്കാൻ ഇറങ്ങിയതാ. അപ്പോൾ ഞങ്ങൾക്ക് എക്സാക്ട്ലി എവിടെയായി 8ാം വാർഡ് എന്നുള്ളത് അറിയില്ല. ആദ്യം വേറെ സൈഡിൽ പോയപ്പോഴത്തേക്ക് അത് 9ാമത്തെ വാർഡ് 10ാമത്തെ വാർഡും ഒക്കെ ആയിരുന്നു. പിന്നെ അതിനിപ്പം 8ാമത്തെ വാർഡും തേടി ഈ തങ്കളം മൊത്തം ഞങ്ങൾ നടക്കുക. ഇതിപ്പോൾ ലൈവ് സ്ട്രീം വല്ലതും ആയിരുന്നെങ്കിൽ നമുക്ക് നേരിട്ട് കണ്ടുമുട്ടായിരുന്നു ഇവിടെ ആരെങ്കിലും ഉള്ളതാണെങ്കിൽ. പക്ഷെ ഇപ്പം ഒരന്തവും ഇല്ല. എന്താ നമ്മളിങ്ങനെ നടക്കണേ, എവിടേക്കാണ് പോകേണ്ടതെന്നൊന്നും അറിയില്ല. പക്ഷെ എന്തായാലും 5 ദിവസത്തോളം നമുക്ക് എടുക്കണം. അപ്പം NSSന്റെ ഒരു സർവേ എടുക്കാനുണ്ട്. മൊത്തത്തിലൊരു കുഴപ്പമില്ല. ആ കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ ഭാഗമായിട്ടാട്ടോ നമ്മളിപ്പോൾ ഈ സർവേയിൽ ഇറങ്ങണേ. അതായത് നമുക്ക് ആൾക്കാരുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാ, അവരുടെ സിറ്റുവേഷൻസ് എങ്ങനെയാ, പിന്നെ അവരുടെ വീട്ടിലെ വേസ്റ്റ് ഡിസ്പോസൽ. ഇനി ഞങ്ങളുടെ കൂടെയുള്ള ബാക്കിയുള്ളവരെ ഇപ്പം കണ്ടുപിടിക്കണം. അവരെവിടേക്കാ പോയെന്നൊന്നും കിട്ടിയോ? ആ വഴിയല്ലേ? വീണ്ടും വഴിതെറ്റി ഗൈസ്. പറഞ്ഞില്ല ഞാൻ ഞങ്ങളുടെ കൂടെ ഉള്ളവരെ കാണാണ്ടായിന്ന്. അവരെ കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇതേ എങ്ങനെയുണ്ടായിരുന്നു സർവേ എക്സ്പീരിയൻസ്? വഴിതെറ്റിപ്പോയി. സ്ഥലം അറിയില്ലായിരുന്നു. പക്ഷെ ഈ പ്രോസസ്സ് അത്ര വലിയ കുഴപ്പമില്ല, രസമുണ്ട്. ഇതേ അടുത്ത 2 പേര് വരുന്നുണ്ട്. വിജയശ്രീ ലാളിതരായി 2 പേര് വരണുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ നീണ്ടു നിന്ന ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ സർവേ കഴിഞ്ഞത് ഇപ്പോൾ കോളേജ് എത്തി. അങ്ങനെ നമ്മുടെ കോളേജിൻ്റെ പടിവാതിൽക്കൽ ഇങ്ങനെ കയറാൻ പോവുകയാണ്. പൊതുവേ നല്ലതായിരുന്നു കേട്ടോ. ആദ്യത്തെ 2 പീരീഡ് മാത്രമേ ക്ലാസ് ഉണ്ടായുള്ളൂ. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് 1 പീരീഡും. ബാക്കിയെല്ലാം നമ്മളിങ്ങനെ വിസിറ്റ് ഒരു എക്സ്പീരിയൻസും കിട്ടി. വെച്ചാൽ പലതരത്തിലുള്ള ആൾക്കാരെ, അതെ സ്ട്രേഞ്ച് റൂഡല്ല, സ്ട്രേഞ്ച് ആയിട്ടുള്ള അങ്ങനെ പലതും പല എക്സ്പീരിയൻസ് അല്ലേ. അപ്പം അങ്ങനെ നമ്മളിപ്പം കോളേജിലെത്തി. ഇനിയിപ്പോൾ ചായ ഒക്കെ കുടിച്ചിട്ടൊന്ന് ഫ്രഷ് ആവണം. സോ ദിസ് വാസ് ഓൾ അബൌട്ട് മൈ 9 to 4 ഫോർ ദ ഡേ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെയും ബൈ.